മോളെ മാത്രമേ നായിന്റെ മോളെ നീ കുറെ നാളായാലും ഉണ്ടാക്കുന്ന കേ പിടിച്ചിട്ടുണ്ടായ നായെ പറയിട്ടോണ്ട് നടക്കുന്നു ചേട്ടനെ അനിയനെ ദിശോടെ നായിന്റെ മോള്. അപ്പോൾ ഇവിടെ ദീപക്, കാർത്തിക്, സുനീർ, ഈ ഒരു പരമ്പര, ആത്മഹത്യാ പരമ്പര ഈ ഇടയ്ക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പുരുഷന്മാർ ആത്മഹത്യ പരമ്പര ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസങ്ങൾ ആത്മഹത്യ കാർത്തികിൻ്റെ അമ്മയോടൊപ്പമാണ് നമ്മളിപ്പോൾ. അപ്പോൾ കാർത്തിക് ആത്മഹത്യ ചെയ്തത് സ്ത്രീ പീഡനം കൊണ്ടാണ്. അപ്പോൾ അമ്മ പറയാം അതിനെക്കുറിച്ച്. രാഹുൽ ജാനുമ്പ കേസിൻ്റെ ഒരു ബ്രീഫ് ഒന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു മുകേഷ് പറഞ്ഞാണ് ഏറ്റവും കറക്റ്റ്. പുരുഷന്മാരുടെ ഒരു ആത്മഹത്യാ പരമ്പരയോ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ പീഡനം, സ്ത്രീ പീഡനം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും തിരിച്ചറിഞ്ഞു സ്ത്രീയുടെ പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരാണ്. അമ്മ അതിൻ്റെ ഡീറ്റെയിൽസ് പറയും. കാർത്തിക്കിന് 24-25 വയസ്സ് മാത്രമാണ് പ്രായം. ആ പെൺകുട്ടിയുടെ നിരന്തര സംശയരോഗം, ഹരാസ്മെന്റ്, മെന്റൽ ടോർച്ചർ, പീഡനം കാരണം ആത്മഹത്യ ചെയ്തതാണ്. അതിൽ ഏറ്റവും വിഷമം തോന്നിയത് അമ്മ ആ മകൻ മരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. പോലീസുകാർ പറയുന്നത് ആണെങ്ങനെ ആത്മഹത്യ ചെയ്താൽ അതിന് നീതി കൊടുക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ആ സിസ്റ്റമാണ് മാറേണ്ടത്. അമ്മയ്ക്ക് പറയാനുള്ളതിനൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ പേര് ഉൾപ്പെടെ പറയണം. പോലീസുകാരൻ്റെ പേരറിയാമോ അമ്മയ്ക്ക്? പേരറിയാമെങ്കിൽ പോലീസുകാരൻ്റെ പേരും പറയാം, ധൈര്യമായിട്ട് പറയാം. പറഞ്ഞോളാം. എൻ്റെ മകൻ മരിക്കുന്നത് 10/6 രാത്രി ഒരു 11:45 കൂടിയാണ് മരിക്കുന്നത്. അവൻ അങ്ങനെ മരിക്കുന്നു എന്ന് അറിയുന്നത് പോലും ഒരു പെൺകുട്ടി വിളിച്ച് പറഞ്ഞിട്ടാണ്. അവൻ്റെ റൂമിൽ പോകുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് പോലും. അവൻ പിന്നെ അമ്മയുടെ റൂമിൽ കിടന്ന അവനാണ്. ഒരു 11:15 ഫോൺ വന്നാണ് ഇറങ്ങി പോണത് പോലും. പക്ഷേ എന്താ പറയുക, അത്രയും എൻ്റെ മോനെ അവൾ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും ഭയങ്കരമായിട്ട് അവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എപ്പോഴും ഫോൺ എടുക്കണം, ഫുൾ ടൈം ഫോൺ എടുക്കണം. പക്ഷേ നല്ല ബോൾഡായിരുന്നു എൻ്റെ മോൻ. പക്ഷേ ഇവളുടെ മുമ്പിൽ മാത്രമേ എന്തിങ്ങനെ ആയിപ്പോയത് എന്ന് നമുക്കറിയത്തില്ല. കാരണം അവൾ എന്ത് ചെയ്താലും അവളെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് അവൻ നിന്നത്. എൻ്റെ ഈ മോളെ, ബ്രദറിൻ്റെ മോളെ ചീത്ത വിളിച്ചപ്പോൾ പോലും മോളെടുത്ത് എന്ന് പറഞ്ഞു, മോളെ പോട്ട് സോറി, കാല് പിടിച്ച് സോറിയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന്. പക്ഷേ ആ പെൺകുട്ടി ഇങ്ങനെ മരിക്കുന്ന ലൈവായിട്ട് കണ്ടുകൊണ്ടായിരുന്നത്, വീഡിയോ കോൾ വഴി കണ്ടുകൊണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ചെന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷവും നാട്ടുകാർ വന്നപ്പോഴത്തേക്കാണ് ഈ ഫോൺ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത്, അതിലിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും അതെടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് അവനെ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചീത്തവിളിയായിരുന്നു. കാരണം അവൻ ആ ഫോൺ എടുക്കാനൊന്ന് ലേറ്റ് ആയതിന്. എൻ്റെ മൂത്ത മകൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും അവൻ ഹോസ്പിറ്റലിൽ വന്ന് നിന്നതിന് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ചാവാനുള്ളവൻ ചാവും, നീ എന്തിനു പോയി നിൽക്കുന്നു. പിന്നെ ഫുൾ ടൈം അവൻ എവിടെയാണ് നിൽക്കുന്നത് ഒരു സംശയമാണ് ആ കുട്ടിക്ക്. എപ്പോഴും ഇങ്ങനെ ആരൊക്കെയുണ്ട് നിൽക്കുന്നത് എന്നുള്ളതെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കണം. കാരണം എൻ്റെ മോൻ കരഞ്ഞ് ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. അവൻ്റെ ഫ്രണ്ടിൻ്റെ മുമ്പിൽ, ഇവിടെ ഈ പറഞ്ഞ അഖിലെന്ന് പറഞ്ഞ പയ്യൻ്റെ മുമ്പിൽ 3-ാം തീയതി അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എൻ്റെ ചേട്ടന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി, എൻ്റെ അമ്മാമ്മയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി നിന്നതിന് അവൾ എന്നെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് പോകാൻ പറ്റിയില്ല. പിന്നെ മോളെ ചേർത്ത് പറയുന്നുണ്ട്. ഇവർ ഒരു വീട്ടിൽ കളിച്ചു വരുന്ന മക്കളാണ്, ഒരു വീട്ടിലുള്ള മക്കളാണ്, മറു വീട്ടിലുള്ളത് പോലും അല്ല, ഒരു വീട്ടിലുള്ള കുട്ടികളെ. ഇപ്പൊ 15 വയസ്സുള്ള കുട്ടിയെ ചേർത്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ 15 വയസ്സായതേ ഉള്ളൂ. അന്ന് 14 വയസ്സിലാണ് ഈ ചീത്തയൊക്കെ വിളിക്കുന്നത് പോലും. അപ്പോൾ അത്രയും നികൃഷ്ടമായിട്ട്, എന്നിട്ട് പോലും പോലീസ് എല്ലാ തെളിവുകളും, നമ്മുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. എന്നിട്ട് ആദ്യം പോലീസ് പറഞ്ഞത് ഫോൺ ലോക്കൊക്കെ എടുത്ത് നിങ്ങളുടെ മോൻ്റെ ഫോൺ അതുപോലെ തിരിച്ചു തരുമെന്ന്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഒന്നും അന്വേഷിക്കുന്നില്ല. ഞാൻ 10-ാം തീയതി രാത്രിയിൽ മരിക്കുന്നു, 11-ാം തീയതി എല്ലാ ചടങ്ങും, 14-ാം തീയതി ഒന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത്. അപ്പോൾ അവിടുത്തെ ഒരു പോലീസ് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡയലോഗാണ്, ഇത്രയും വർഷം സ്നേഹിച്ചിരുന്നവർ അവൾ ചാവാൻ പറഞ്ഞപ്പോൾ അവൻ പോയി ചത്തെന്നുണ്ടെങ്കിൽ ചത്തവൻ പോയി, ഇനി കേസൊന്നും എടുക്കാനൊന്നും പറ്റില്ല, അവൾക്കെതിരെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, സാർ പെണ്ണിനെതിരെ ഒന്നും എടുക്കാൻ പറ്റത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല, അതിന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ തെളിവുണ്ടെന്ന്. എന്ത് തെളിവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ്റെ ഫോണാണ് അവൻ്റെ തെളിവ്. അവൻ വീഡിയോ കോൾ ചെയ്ത് വെച്ചത് കണ്ട് നമ്മൾ മണിക്കൂർ ഏകദേശം ഒരു 12:15 അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷവും നാട്ടുകാർ വന്നപ്പോഴാണ് ഈ ഫോൺ ഇങ്ങനെ ഓണായി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് പോലും. എന്നിട്ട് ആ നമ്പറിലോട്ട് നമ്മൾ തിരിച്ച് വിളിച്ചു. അപ്പോൾ ഈ പെൺകുട്ടിയാണ് ഫോൺ എടുത്തത്. അപ്പോൾ അവൾ മോനെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ തിരക്കി. അവിടെ ചെന്നു. അവൻ മരിച്ചതെന്ന് അറിഞ്ഞ ആ സ്പോട്ടിൽ അവളും അവളെ വീട്ടുകാരും 3-4 ദിവസം ഇല്ലായിരുന്നു. പോലീസ് ഒന്നും തിരക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ തിരിച്ചു വന്നത്. വീണ്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, അവർ വന്നിട്ട് ഇത്ര ദിവസമായി, എന്തുകൊണ്ട് നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോഴും അവർ പറഞ്ഞത് അന്വേഷിക്കും.
പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു പോലീസ് മണമ്പൂക്കാർ വന്നതെന്ന് പറഞ്ഞ് അകത്ത് കയറി അങ്ങ് പോയി. എന്നിട്ട് അപ്പുറത്തെ റൂമിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ആ ഒരു പോലീസ് വേറൊരാളുടെ അടുത്ത് കൊണ്ടാക്കി. ആ പോലീസിന് ഒത്തിരി ദയവുള്ളത് കൊണ്ട് ആ ഒരു മനുഷ്യൻ മാത്രം എനിക്ക് പറയാനുള്ളത് മൊത്തം കേട്ടു. പക്ഷെ ആ കേസ് അന്വേഷിക്കുന്നതും മറ്റും ആ പോലീസല്ല, വേറൊരു പോലീസാണ്. പക്ഷെ കേസ് അന്വേഷിക്കുന്ന പോലീസിനാണെങ്കിലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ ഞാൻ മോൻ്റെ ഫോൺ വാങ്ങാൻ ചെന്നപ്പോൾ പോലും അവർ പറഞ്ഞ അവളെ വിളിപ്പിച്ചിരുന്നു, അവളുടെ ഫോണിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി പറഞ്ഞു തന്നല്ലോ. എൻ്റെ മോനിൻ്റെ ഫോണിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലാതെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരത്തില്ലായിരുന്നു. അപ്പോൾ അവളുടെ ഫോണിൽ ഇവൻ ഇങ്ങനെ ഇത് ചെയ്യാൻ ഫാനിൽ ഇത് ഇടുന്നതും എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ ഫോണിൽ. അപ്പം അവൾ പറയുന്നത് അതിന് മുമ്പും ശ്രമിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെ അവൻ മുമ്പും ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും അവൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ അവൾ വിളിക്കും, നിങ്ങൾ എവിടെ നിൽക്കുന്നു, അവൻ കള്ളത്തരമാണോ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയെങ്കിലും അവർക്കൊരു സ്നേഹമോ ഒരു ദൈവമോ ഉള്ള ഒരു കുട്ടിയായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് പറയുകയോ എന്തെങ്കിലും ചെയ്യൂലായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ ചെയ്യുന്ന ഒരു മോനല്ല. പക്ഷേ എവളെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യ. കാര്യം എവള് കുറേ ഒന്നീ ഗുളിക കയ്യിൽ വെച്ചിട്ട് ഞാനിപ്പോൾ കഴിക്കും, അങ്ങനെ ആ പെൺകുട്ടി ഹോസ്പിറ്റലിലായിട്ടുമുണ്ട്. അല്ലെങ്കിൽ ഇതെനിക്ക് സൂയിസൈഡ് ചെയ്യും എന്ന് പറയും. അതിലും ലാസ്റ്റ് ദിവസവും പറയുന്നുണ്ട്, ഞാൻ 12:05 കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. അത്രയും ചീത്തയാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഒരന്വേഷണവും അങ്ങോട്ടുണ്ടായിട്ടുമില്ല. എനിക്കറിയാം അവിടെ നിന്ന് ഒന്നും ഉണ്ടാവാനും പോണില്ല. കാരണം പെണ്ണ് ചെയ്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. അവരടുത്ത് ഞാൻ ചോദിച്ചു, ആണിന് ഒരു വിലയും നിലയും ഈ സമൂഹത്തിൽ ഇല്ലേന്ന് ഞാൻ പോലീസിൻ്റെ കൂടെ തന്നെയാണ് ചോദിച്ചത്. അവരൊന്നും മിണ്ടിയില്ല. പക്ഷേ അന്ന് ഞാൻ പറയുന്നത് കേട്ട ഒരു പോലീസ് ഉണ്ടായിരുന്നു. അയാൾ കുറച്ച് സമയം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കാണ് ഒരു പ്രതിയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ 2 പോലീസുമാരും കൂടെ വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്നതാണ് കണ്ടത്. ആ പോലീസുമാർ എന്നെ വന്ന് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നമ്മൾ അന്വേഷിക്കും, അങ്ങനെ ചെയ്യും, എല്ലാം ചെയ്യും. 2 ദിവസം കഴിഞ്ഞപ്പോഴങ്ങോട്ട് അവളെ വിളിച്ചു എന്ന് പറയുന്നു. പക്ഷേ വിളിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ ബാക്കി കാര്യങ്ങൾ അറിയുന്നത്. പക്ഷേ അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ അവർക്കതൊന്നും വിശ്വാസമാവുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മോനെ കൊന്നതാണ്. അവൾ ടോർച്ചർ ചെയ്ത് മാനസികമായിട്ട്, ശാരീരികമായിട്ടുള്ള ഉപദ്രവത്തിനേക്കാളും മാനസികമായിട്ട് ഉപദ്രവിച്ച് എൻ്റെ മോനെ കൊന്നത് തന്നെയാണ്. അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അത് അവൻ്റെ ചാറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അവനറിയാം. ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പോലും ഫോണൊന്നും എടുത്തില്ല, അല്ലെങ്കിൽ വണ്ടി ഓട്ടത്തിനായിരിക്കുന്ന സമയത്ത് പോലും ഫോണൊന്നും എടുക്കാതെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അവൾ ആത്മഹത്യാ ഭീഷണിയാണ് മുഴക്കുന്നത്. എന്ത് ചെയ്തെന്നോ എങ്ങനെ ആയിരുന്നെന്നോ ഒന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതെന്തായാലും അന്വേഷിക്കണം. ആൺകുട്ടികൾക്ക് നീതി വേണം. ആൺകുട്ടികൾ ഇനി എൻ്റെ മോനെ പോലെ ഒരു കുട്ടിയും ഇനി ഈ സമൂഹത്തിൽ ഉണ്ടാവരുത്. മറ്റേ ഷാരോൺ കേസിൽ കുറേശ്ശെ വിഷം കൊടുത്തു കൊന്നു. പക്ഷേ ഇതങ്ങനെയല്ല, കുറേശ്ശെ മാനസികമായിട്ട് പീഡിപ്പിച്ചു കൊന്നു. ഇത്രയും തെളിവുണ്ടായിട്ട് പോലും ഒന്നും അവർ ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DGP ഉറപ്പായിട്ടും സ്റ്റേഷനിൽ നിന്ന് തന്നെ അന്വേഷണം മാറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള അന്വേഷണം ഉറപ്പ് തന്നിട്ടുണ്ട്. ഇല്ല, നമ്മൾ പോലീസിൻ്റെ നടപടിയിൽ നമ്മൾ തൃപ്തിയല്ല, നമ്മൾ കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള CMD ഫയൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. പക്ഷേ എൻ്റെ മോനിൻ്റെ ഫോണിൻ്റെ ലോക്ക്, വാട്സപ്പിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ പെൺകുട്ടിക്ക് അറിയാം. കാര്യം ഇവർക്കൊന്നും മെസ്സേജ് അയക്കാൻ അവർക്ക് പറ്റത്തില്ല. അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി കയറിയിട്ടാണ് ഇവരെല്ലാവരെയും ചീത്ത വിളിക്കുന്നത്. ഒരു